ക്രിസ്മസ് മുൾച്ചെടിയുടെ കഥ. യേശുവിന്റെ ശരീരം കല്ലറയിൽ അടക്കിയ അരിമത്തിയായിലെ ജോസഫ് ഇംഗ്ലണ്ടിലെ സോമർസെറ്റിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്നു. ഉയർപ്പിന് ശേഷം സുവിശേഷം പ്രഘോഷിക്കാനായി ജോസഫ് ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്തുവെന്നും അദ്ദേഹം ഇംഗ്ലണ്ടിലെ പച്ചപ്പാർന്ന ഗ്ലാസ്റ്റൻബറി കുന്നുകളിൽ എത്തിച്ചേർന്നുവെന്നും പാരമ്പര്യം പറയുന്നു. ജോസഫിന്റെ കയ്യിൽ ഹോളിലാൻഡിലെ ഒരു മുൾമരത്തിൽ നിന്നും വെട്ടിയുണ്ടാക്കിയ ഒരു ഊന്നുവടി ഉണ്ടായിരുന്നു. സുവിശേഷ യാത്രക്കിടെ വലിയ കുന്നു കയറിയതിനു ശേഷം വിശ്രമിക്കാനായി അദ്ദേഹം വടി നിലത്ത് കുത്തിവെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വടി വേര് വളർന്ന് ഇലകൾ തളിർത്ത് മനോഹരമായ ഒരു മുൾച്ചെടിയായിത്തീർന്നു. അതിലും അത്ഭുതകരമായ സംഭവം എന്തെന്ന് വെച്ചാൽ, വർഷം തോറും ക്രിസ്മസിന്റെ സമയത്ത് കടുത്ത ശൈത്യത്തിലും ആ ചെടിയിൽ ചെറിയ മണമുള്ള വെള്ളപ്പൂക്കൾ വിരിയും. ഈ പുഷ്പങ്ങൾ മഞ്ഞിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തിന്റെ ഇരുട്ടിലേക്ക് കടന്നു വരുന്നതിന്റെ അടയാളമായി ആളുകൾ അതിനെ കണ്ടു. നൂറ്റാണ്ടുകളോളം തീർത്ഥാടകർ ഗ്ലാസ്റ്റൻബെറിയുടെ ഹോളിത്തോൺ കാണാനെത്തുമായിരുന്നു. ഇന്നും ക്രിസ്മസ് സമയത്ത് ഈ മരത്തിന്റെ പുഷ്പം രാജകീയ ചാപ്പലിൽ അലങ്കരിക്കാനായി രാജകുടുംബത്തിലേക്ക് നൽകുന്ന പതിവുണ്ടെന്ന് പറയപ്പെടുന്നു. പുഷ്പിച്ച മരത്തിന് കാലപ്പഴക്കം കൊണ്ട് വളരെയേറെ നാശനഷ്ടങ്ങൾ വന്നെങ്കിലും അതിന്റെ ശാഖകളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ചെറുവൃക്ഷങ്ങൾ പ്രതീക്ഷയും വിശുദ്ധിയും അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ക്രിസ്മസ് സമയത്ത് പുഷ്പിക്കുന്നു. ക്രിസ്മസ് തോൺ നമുക്ക് നൽകുന്ന പാഠം ആഴമേറിയതാണ്. ഏറ്റവും ഇരുട്ടുമൂടി തണുത്തുറഞ്ഞെടുത്തും ക്രിസ്തുവിന്റെ സ്നേഹം വെളിച്ചമായി വിരിയുന്നു. മനുഷ്യരുടെ വിഷമതകളിലും നിരാശ നിറഞ്ഞ അവസ്ഥകളിലും ദൈവം ഇറങ്ങി വന്ന് ജീവൻ നൽകുന്ന ആഘോഷമാണ് ക്രിസ്മസ്. പ്രതീക്ഷയില്ലാത്തിടത്താണ് അതിന്റെ പ്രകാശം കൂടുതൽ തെളിയുന്നത്. തണുപ്പിൽ വിരിയുന്ന ക്രിസ്മസ് തോൺ പോലെ മരവിച്ച ബന്ധങ്ങളിൽ സൗഹൃദമായും ഇരുളടഞ്ഞ ജീവിതങ്ങളിൽ സന്തോഷമായും കഠിന ഹൃദയങ്ങളിൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പൂക്കളായും നാം വിരിയണം. അങ്ങനെ ക്രിസ്മസ് സന്തോഷത്തിന്റെ ഉത്സവമാക്കണം.